അല്ല ഷൈനയുടെ ഫാദറിന് പിള്ളേരെ വലിയ താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഒരു ഷൈനിയെ വേദനിപ്പിച്ചതും ആ റെയിൽവേ ട്രാക്കിലേക്ക് ഈ 2 കൊച്ചു പിള്ളേരെയും കൊണ്ട് പോകാൻ ഒരു മെയിൻ കാരണമുണ്ട്. എല്ലാം കൂടെ കെട്ടിവെച്ച് നോബിയിലേക്ക് വെച്ചിട്ട് നോബി കാരണം എന്ന് പറയാൻ നമുക്ക് അറിയില്ല. കാരണം ബാക്കിയുള്ളവരും ഇൻവോൾവ് ആണ്. ആ തലേന്ന് രാത്രി, അതായത് മരണപ്പെടുന്നതിന് തലേന്ന് രാത്രി ഷൈനി പഠിപ്പിച്ചില്ല. കഞ്ഞിയും കുടിച്ച് തിരിഞ്ഞ് ചെല്ലി നേരെ വരി വാതിലാണ്. ഷൈനിയോട് പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതായത് പിള്ളേർക്ക് ഷൈനയുടെ മാതാപിതാക്കൾ വാതിൽ തുറക്കുന്ന ഒച്ചയും കേട്ടു, ഇറങ്ങി പോകുന്നതും കേട്ടു, പുറത്തൊരു ഗേറ്റുണ്ട്, ഗേറ്റ് തുറക്കുന്നതും കേട്ടു. സ്വാഭാവികമായിട്ട് പള്ളി പോയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു പള്ളിയിലും 4:30 കുർബാനയില്ല. ഇപ്പം ഷൈനിക്ക് പെട്ടെന്ന് തലേദിവസം വരെ ഇങ്ങനെ പിള്ളേരെ ഹോസ്റ്റലിലാക്കാൻ നടക്കുന്ന ഷൈനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരാനാ തലേദിവസം പകൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു പിള്ളേർക്ക് ഒച്ച ഉണ്ടാക്കാനോ കളിക്കാനോ TV കാണാൻ പോലുള്ള അവസരമില്ലായിരുന്നു. ഈ പീഡനം മാത്രമാണ് അവിടെ നടക്കുന്നത്. വേറെ ഒന്നും അവിടെ പട്ടിണിക്കിടുവോ ദാരിദ്ര്യമൊന്നുമില്ല. മരിച്ച കുട്ടിയ മോളുടെ ഫോൺ അവിടെയും കണ്ടോ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലല്ലോ അതിന് ശരി. ഇതെന്ത് തോന്നിയാലും ഞാൻ പറയുന്നു, ആ ഫാദറിൻ്റെ ഒരു നിരുത്തരവാദിത്വമാണ് കാണിച്ചു. ഒരു മകൾ മരിച്ചപ്പം അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു. കാരണം ഈ പുരോഹിതൻ എന്ന് പറയുന്നത് നോബിയുടെ ചേട്ടനാണ്. ബോഡി അകത്ത് കയറി, അതോടൊപ്പം നോബി അകത്ത് കയറി ഇരുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഭയങ്കര മോശമായ രീതിയിൽ നോബി അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. ആ മകൾ മരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഏറ്റവും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാൻ പറ്റുന്നത് ഇതുപോലുള്ള ഫോൺ കോളുകളാണ്. അപ്പോൾ ആ ഫോൺ മകൾ മാത്രമല്ല, 2 കൊച്ചു പെൺപിള്ളേരാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പിള്ളേർ രാത്രി 4 മണിക്കാണ് പോകുന്നതെങ്കിൽ നീ അങ്ങോട്ടാ ശൈലി നേരി ചോദിക്കണമല്ലോ. ഇതിനകത്ത് 1-ാം പ്രതി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു, ഈ മോൻ ഈ 9 മാസമായിട്ട് അമ്മയെ കണ്ടിട്ടില്ല. മോൻ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാണ്. ബോഡി വന്ന് കൊണ്ടുപോകട്ടെ, ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ഞങ്ങൾ ആരും വരുന്നില്ല എന്ന്. നിഷ്കളങ്കയായി അല്ലെങ്കിൽ അത്രമാത്രം സൈലൻ്റായി ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾ തന്നെയാണ്. നോബി മദ്യപിക്കുന്നത് നോബിയുടേതായ ഒരു 3-4 ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. പൈസയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തിൽ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു.